മണിപ്പൂരിൽ വീണ്ടും സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നു. കൂടുതൽ പോലീസ് ടീമുകളും സുരക്ഷാ സൈന്യവും പ്രദേശത്തെത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗമെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, വീണ്ടും മണിപ്പൂർ അശാന്തമാകുന്നു, സംഘർഷങ്ങളിലേക്ക് കടക്കുകയാണോ എന്നുള്ളൊരു ആശങ്ക പരക്കെയുണ്ട്. കൂടുതൽ ഇപ്പോൾ എത്തുന്ന പ്രധാന വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ വീണ്ടും ഒരു അശാന്തമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായത്. അതിന്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ ഉന്നതതല സുരക്ഷാ യോഗമാണ് ചേർന്നത്. ഇതിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത്. പട്രോളിങ്ങിനായി കൂടുതൽ പോലീസുകാരെയും ഒപ്പം തന്നെ ആ മേഖലയിൽ കൂടുതൽ സുരക്ഷാ സൈന്യത്തെയും ഒക്കെ തന്നെ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെട്രോളിങ്ങിനായി സൈനിക ഹെലികോപ്റ്ററും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും റോക്കറ്റ് ബോംബ് ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ നടപടികൾ. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗക്കാരാണെന്നാണ് മണിപ്പൂർ പോലീസ് പറയുന്നത്. ജനങ്ങൾ പൂർണ്ണമായും സമാധാനം കൈവിടുന്ന ഒരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ആ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും ഈ ആക്രമണം ആവർത്തിച്ച സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേരുകയും ഒപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മണിപ്പൂരിൽ ഏർപ്പെടുത്തുകയും ചെയ്തത്. സ്മിത, വീണ്ടും സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് ഉന്നതതല യോഗം മണിപ്പൂരിൽ ചേർന്നത്. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.